സോ ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതി. മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ അതിലേക്ക് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും മാറ്റി വെക്കാം. പിന്നെ അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കടുവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇടിച്ച് ചതച്ച് വെക്കാം. പാനിലേക്ക് ഒന്നുകിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കടുകും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മാങ്ങയിൽ മുളക് പൊടി ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പിന്നെ അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നത് ബർഗറും റാപ്പും പിന്നെ പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ആ പാനിലേക്ക് ഇട്ടെടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാല അതിൽ പിടിക്കും വരയ്ക്കും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കായപ്പൊടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് സ്റ്റവെല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ വിനീഗർ ഒഴിക്കുന്നുണ്ട്. വിനീഗർ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. കേടായി പോകാതിരിക്കാൻ കുറച്ച് ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ബൈ.